السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. خذ العفو وأمر بالعرف وأعرض عن الجاهلين وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും അന്വേഷിക്കുക എന്നത് തന്നെയാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസികമായ വിഷമങ്ങളും വ്യാകുലതകളും ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന തെറ്റായ പ്രതികരണങ്ങൾ, പെരുമാറ്റങ്ങൾ നമുക്കെപ്പോഴും മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടി വരുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ മക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാർ എന്നിവരിൽ നിന്നെല്ലാം പലപ്പോഴും നമുക്കുണ്ടാകുന്ന തെറ്റായ പെരുമാറ്റങ്ങളും തെറ്റായ സമീപനങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ വലിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാക്കാറുണ്ട്. സത്യത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിലും സമ്പൂർണമായ മാർഗദർശനം വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അത് മൗഇലത്താണ്, സതുപദേശമാണ്, സമ്പൂർണമായ ജീവിതത്തിന്റെ പരിഹാരമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അഅറാഫിൽ നിന്നുള്ള 199, 200 വചനങ്ങളാണ് ഇവിടെ തുടക്കത്തിൽ പാരായണം ചെയ്യപ്പെട്ടത്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും പറഞ്ഞ ചില അഭിപ്രായങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ട അഭിപ്രായങ്ങളാണ്. അതായത്, ഒരു മനുഷ്യൻ മറ്റുള്ളവർക്കിടയിൽ ജീവിക്കുമ്പോൾ അവൻ എങ്ങനെ പെരുമാറണം എന്നതിനുള്ള സമ്പൂർണ്ണ നിർദ്ദേശം, അതിലെങ്ങനെ പെരുമാറണം എന്നതിന് പൂർണ്ണമായ നിർദ്ദേശം ഈ ആയത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആയത്ത് പ്രകാരം ആരെങ്കിലും തന്റെ കുടുംബങ്ങളോടോ ബന്ധുക്കളോടോ മാതാപിതാക്കളോടോ സഹപ്രവർത്തകരോടോ ബന്ധുമിത്രാദികളോടോ പെരുമാറുന്നുവെങ്കിൽ ആ പെരുമാറ്റം
ഇസ്ലാമികമാണ്. പെരുമാറ്റ സംബന്ധമായ ഒരു പരാതിയും അയാളെപ്പറ്റി അയാളുടെ ഭാര്യ പറയില്ല, അയാളെ ഭർത്താവ് പറയില്ല, മക്കള് പറയില്ല, സഹപ്രവർത്തകർ പറയില്ല. കാരണം അത് സമ്പൂർണമായും ഖുർആനികമായ ഒരു പെരുമാറ്റമാണ്. ആ പെരുമാറ്റത്തിൽ പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ സമ്പൂർണമായ പെരുമാറ്റ രീതി പഠിപ്പിക്കാനും അത് പ്രയോഗത്തിൽ കാണിച്ചു തരാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചത്. ഇന്നല്ലാഹ ബഅസനി, അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു തമാമി മകാരിമിൽ അഖ്ലാഖ്, സ്വഭാവങ്ങളുടെ സമ്പൂർണമായ ഏറ്റവും മാന്യമായ പെരുമാറ്റങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കലാണ് എന്റെ നിയോഗത്തിന്റെ ഒരു ദൗത്യം. വ ഇത്മാമി മഹാസിനിൽ അഫ്ആൽ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കലുമാണ് ഞാൻ നിയോഗിക്കപ്പെട്ട ലക്ഷ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. സൂറത്ത് അഅറാഫിലെ 199-ാമത്തെ വചനം എന്താണ്? ഖുദിൽ അഫ്വ, ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ചയെ, മാപ്പിനെ നീ സ്വീകരിക്കുക. വഅ്മുർ ബിൽ ഉർഫ്, നന്മയെ, സൽക്കർമ്മങ്ങളെ, സദാചാരങ്ങളെ കൊണ്ട് ജനങ്ങളോട് നീ കൽപ്പിക്കുകയും ചെയ്യുക. വഅഅ്റിദ് അനിൽ ജാഹിലീൻ, വിവരവുമില്ലാത്ത ആളുകളെ നീ അവഗണിക്കുക, അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന 3 നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത് അമറല്ലാഹു ബിനബിയിഹി, അള്ളാഹു തന്റെ പ്രവാചകനോട് കൽപ്പിക്കുന്നു, ബി മകാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം അള്ളാഹു നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വലൈസ ഫിൽ ഖുർആനി ആയ, ഖുർആനിൽ ഒരായത്തും തന്നെ ഇല്ല അജ്മഉ ലി മകാരിമിൽ അഖ്ലാഖ് മിൻ ഹാദിഹിൽ ആയത്ത്, ഈ ആയത്തിനേക്കാളും സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന മറ്റൊരായത്തും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നാണ് ഈ ആയത്തിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ പൂർവികന്മാരായ ആളുകൾപ്പെട്ട ആളുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ആയത്തിൽ എന്താണ് പറയുന്നത് അതറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, സ്വാഭാവികമായും നമുക്ക് ചില പ്രതിസന്ധികൾ, നമ്മുടെ ഭാര്യ നമ്മളോട് പെരുമാറുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. എന്റെ ഭർത്താവിന്റെ സമീപനത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് ഭാര്യമാർ പറയുന്നു. എന്റെ മകനും മകളുമായിട്ട് എന്താ ഇവൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. വാപ്പന്റെ ഉമ്മന്റെയും പെരുമാറ്റങ്ങൾ നല്ലതല്ലെന്ന് മക്കൾ പറയുന്നു. ഇതൊരു വലിയ പ്രശ്നമല്ലേ സുഹൃത്തുക്കളെ? പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ചീത്തപരമായ പെരുമാറ്റങ്ങൾക്ക് കാരണം അവരാണ്. എന്റെ മക്കൾ നല്ലവരല്ല, അതുകൊണ്ടാണ് അവരോട് ഞാൻ അങ്ങനെ പെരുമാറുന്നത്. എന്റെ ഭാര്യ നല്ലവളല്ല, അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്റെ ഭർത്താവ് നല്ലവനല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങനത്തെ പെരുമാറ്റം. നിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതല്ലേ സുഹൃത്തുക്കളെ ചിന്തിക്കാൻ എളുപ്പം. എന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റിയാൽ മാറുമെങ്കിൽ അതല്ലേ എനിക്ക് കഴിയുക. എന്റെ ഭാര്യയുടെ സ്വഭാവം മാറ്റാൻ കഴിയുന്നതിനേക്കാളും എനിക്കെളുപ്പം എന്റെ സ്വഭാവം മാറ്റുന്നതല്ലേ. എന്റെ വാപ്പന്റെയും ഉമ്മന്റെയും സ്വഭാവം മാറ്റുന്നതിനേക്കാളും എനിക്കെളുപ്പം ഞാൻ മാറലല്ലേ. അങ്ങനെ മാറിയാൽ പറ്റും. ഈ ആയത്തനുസരിച്ച് ജീവിച്ചാൽ എല്ലാവരും നിങ്ങളോട് നന്നായി പ്രതികരിക്കും, എല്ലാവരോടും നിങ്ങൾക്ക് നന്നായി പ്രതികരിക്കാൻ പറ്റും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ശ്രമം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ എന്നാണ്. അതിൽ 3 കാര്യമുള്ളവരും, 3 എന്ന് പറയുമ്പോൾ എത്ര ചെറുതാണ്, എത്ര ചെറിയൊരു ആയത്താണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഖുദിൽ അഫ്വ, നീ മാപ്പ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ്. സുഹൃത്തുക്കളെ, ആരിൽ നിന്നും എന്ത് പെരുമാറ്റങ്ങൾ ഉണ്ടായാലും, എന്ത് കമന്റുകൾ, വർത്തമാനങ്ങൾ എന്തു വന്നാലും അത് വരുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടാത്തപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കും. പക്ഷെ പ്രതികരിക്കേണ്ടെന്നാ വേണം. നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റായ പെരുമാറ്റം തന്നെയാണ് നിന്റെ ഭാര്യ പെരുമാറിയത്, നിന്റെ മകൻ പെരുമാറിയത്, നിന്റെ സഹപ്രവർത്തകൻ പെരുമാറിയത്. പക്ഷെ ആ പെരുമാറിയവനോട് നീ എങ്ങനെ പ്രതികരിക്കണം? അവന്റെ പെരുമാറ്റപരമായ തകരാറിന് അതുപോലെ തന്നെ നീ പ്രതികരിക്കാമോ? പ്രതികരിക്കാൻ പാടില്ല. അവിടെ നിനക്കൊരു കൂലി കിട്ടാൻ പോവുകയാണ്. ഒരായത്തിൽ നിന്നൊരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. നിനക്ക് പരലോകത്തൊരു നന്മ രേഖപ്പെടുത്താൻ പോവുകയാണ്. നീ എന്ത് ചെയ്യണം? ഖുദിൽ അഫ്വ, നീ മാപ്പ് ചെയ്യണം. നിന്നോട് പറയാൻ പറ്റാത്ത വാക്ക് ഭാര്യ പറഞ്ഞതിന് നീ മാപ്പ് ചെയ്യണം. നിന്നോട് പറയാൻ പറ്റാത്ത വാക്ക് മാതാപിതാക്കൾ പറഞ്ഞതിന് നീ മാപ്പ് ചെയ്യണം. ഖുദിൽ അഫ്വ, ഖുദിൽ അഫ്വ റസൂലുള്ളയോടുള്ള കൽപ്പനയാണ്, നമ്മളോട് എല്ലാവരുടെ കൽപ്പനയാണ്. നീ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് ചെയ്യണം, അതാണ് നീ ചെയ്യേണ്ടത് എന്നാണ്.
അള്ളാഹുവിന്റെ റസൂലിന് ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, എന്താ ഈ ആയത്തിന്റെ ഉദ്ദേശം? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പൊന്നും പറഞ്ഞില്ല. പിന്നെ തിരിച്ചുപോയി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് പറഞ്ഞു കൊടുത്തു ഈ ആയത്തിന്റെ ഉദ്ദേശം. അമറല്ലാഹു ബിനബിയിഹി, തന്റെ നബിയോട് അള്ളാഹു ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ് യഅ്മുറുക, നിന്നോട് കൽപ്പിക്കുന്നു. എന്താ ആയത്തിന്റെ അർത്ഥം? നിന്നോട് നിന്റെ റബ്ബ് കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? അൻ തസ്ല മൻ ഖതഅക, നിന്നോട് കുടുംബബന്ധം മുറിക്കുന്നവനോട് നീ കുടുംബബന്ധത്തെ ചേർക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പലരോടും തെറ്റിയാണ് ജീവിക്കുന്നത്. നമ്മുടെ പല ബന്ധുക്കളോടും അകന്നാണ് ജീവിക്കുന്നത്. പലരോടും നമ്മൾ മിണ്ടുന്നില്ല, അവിടെ വീട്ടിൽ നമ്മൾ പോകുന്നില്ല, അവിടെ നമ്മുടെ വീട്ടിൽ വരുന്നില്ല. എന്തേ? അവരിൽ നിന്ന് മോശം ഒരു പെരുമാറ്റമുണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവരോട് മോശമായി പെരുമാറാൻ തീരുമാനിച്ചു. ഖുദിൽ അഫ്വ എന്ന് പറഞ്ഞാൽ അതല്ല. അവർ മോശമായി പെരുമാറിയാലും അവർ ബന്ധങ്ങൾ മുറിച്ചാലും നീ അവരോട് ബന്ധങ്ങളെ ചേർക്കണം. വയുഅ്തീമൻ ഹറമക, നിനക്കു തരാതിരുന്നതാരാണോ അവന് നീ കൊടുത്തേക്കണം. നിനക്കു തരാതെ മുടക്കം നിന്നവനാരാണോ, നിനക്കു തരേണ്ടത് തരാതിരുന്നവനാരാണോ, നിനക്ക് നിന്റെ വാപ്പയുടെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് നിനക്ക് കിട്ടേണ്ട അവകാശം തടഞ്ഞുവെച്ച അനുജനേതാണോ ജ്യേഷ്ഠനേതാണോ അവന് നീ കൊടുക്കണം. ആ കാരണം പറഞ്ഞ് നീ അവിടെ തെറ്റി നിൽക്കാൻ പറ്റൂല. നിനക്കു തരാത്തവനു നീ നൽകണം. നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം ചേർക്കണം. വതഅഫു അമ്മൻ വലമക, നിന്നോട് അക്രമം ചെയ്തവൻ, നിന്നെ ചീത്ത വിളിച്ചവൻ, നിനക്കു നേരെ കൈയോങ്ങിയവൻ, നിനക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞവൻ, നിന്റെ മക്കളെ ഉപദ്രവിച്ചവൻ, നിന്റെ ഭാര്യയോട് മോശപ്പെട്ട് പെരുമാറിയവൻ ഒക്കെ ഉണ്ടല്ലോ. നിന്നോട് മോശം സംസാരം സംസാരിച്ചവൻ, അവന്റെ ദുൽമിന്, അവന്റെ അക്രമത്തിന് നീ വിട്ടുവീഴ്ച ചെയ്യണം. സുഹൃത്തുക്കളെ, ഖുർആൻ പറഞ്ഞാൽ നമ്മൾ പ്രയോഗവൽക്കരിച്ചല്ലേ പറ്റുള്ളൂ. വിട്ടുവീഴ്ച, മാപ്പ് ചെയ്യുക. എന്തിനാ മാപ്പ് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് തെറ്റേന്നെ അവർ ചെയ്തത്. അവരിങ്ങോട്ട് ചെയ്ത സമീപനം നന്നായിട്ടില്ല, പറഞ്ഞ വാക്ക് ശരിയായിട്ടില്ല, അവർ ചെയ്ത പ്രവൃത്തി നന്നായിട്ടില്ല. പക്ഷേ ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ വ്യത്യസ്തമായ തലങ്ങൾ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ മോശക്കാരാവും. ഇല്ല, നിനക്ക് പ്രതാപമല്ലാതെ കിട്ടൂ. നീ വലിയൊരാളാണ്, വളരെ താഴ്ന്ന ഒരാൾ, നിന്റെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ, നിന്റെ വീട്ടിൽ വേലക്ക് വരുന്ന ഒരാൾ, നിനക്ക് കൂലി വേലക്ക് വരുന്ന ഒരാൾ, അയാൾ നിന്നോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത്. പക്ഷേ നീ അവന്റെ മോശമായ പെരുമാറ്റത്തിൽ നീ അവന് വിട്ടുവീഴ്ച നൽകണം. അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത ഒരുത്തരെ നീ പരിഹസിക്കരുത്. ബുദ്ധിയില്ലാത്ത ഒരുത്തരെ നീ പരിഹസിക്കാൻ പറ്റൂല. നിന്നെക്കാളും സ്ഥാനമാനങ്ങൾ കുറഞ്ഞ ഒരുത്തന്റെ മേൽ നീ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് നീ അതിക്രമം കാണിക്കാൻ പറ്റൂല. അവന്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടായാലും നീ അവനോട് നല്ല നിലക്ക് പെരുമാറും. പിന്നെന്താ പറഞ്ഞത്? ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ അവരെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. നമ്മൾ കണ്ണിമ്പണം. കുട്ടികളും മക്കളൊക്കെ എന്ത് ചെയ്താലും അതിന് പിന്നാലെ കൂടിയാൽ ഒന്നും നടക്കില്ല. ചിലതൊക്കെ നമ്മൾ കാണാത്ത പോലെ നിൽക്കണം. അതും അഫ്വാണ്. കാണാത്ത പോലെ നിൽക്കുക. ചിലതൊക്കെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ അതൊക്കെ കേട്ടു എന്ന് വരുത്തിയാൽ നമ്മൾ ശക്തമായി പ്രതികരിക്കരുത്. കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുക, കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അതൊക്കെയാണ് അതിനുള്ള പരിഹാരം. അതുകൊണ്ട് സഹോദരങ്ങളെ, അഫ്വ് ഉണ്ടോ നമുക്ക്? അഫ്വ്, മാപ്പ് ചെയ്യൽ, വിട്ടുവീഴ്ച ചെയ്യൽ. ആരോട്? നമ്മളുമായി ബന്ധപ്പെടുന്ന, നമ്മളുമായി പെരുമാറുമ്പോൾ അതിൽ വീഴ്ച വരുത്തുന്നവരോട് അഫ്വ് ചെയ്യണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ലം യകുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിരുന്നില്ല, ഫാഹിഷൻ വലാ മുതഫഹിഷൻ, ഫഹ്ഷ് പറയില്ല, തെറി പറയില്ല, തമ്മാടിത്തം പറയില്ല, മോശത്തരങ്ങൾ പറയില്ല, വലാ സഹാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടി പോയിട്ട് ബഹളം ഉണ്ടാക്കൂല, വലാ യജ്സി ബിസയ്യ അസയ്യ, മോശമായ കാര്യത്തോട് മോശമായി പ്രതികരിക്കില്ല, വലാകിൻ തഖു വതസ്ഫഹ്, വിട്ടുവീഴ്ച, മാപ്പ് ചെയ്തു കൊടുക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഒന്ന് ഖുദിൽ അഫ്വ. അപ്പോ സുഹൃത്തുക്കളെ, ഒരു നല്ല ബന്ധം എന്തേ നമുക്ക് നമ്മുടെ ബന്ധുക്കളോട് പറ്റാതെ വന്നത്, നമ്മുടെ കുടുംബത്തോട് പറ്റാതെ വന്നത്? അവിടെ പ്രതികരണങ്ങളോട് നമ്മൾ മോശമായി പ്രതികരിക്കുന്നു. അവിടെ പ്രതികരണങ്ങളെ, തെറ്റായ പ്രതികരണങ്ങൾ, ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കാതെ വരുന്നു. ഒന്നാമത്തത് അതാണ്, ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉറുഫ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇസ്ലാമിക സ്വഭാവത്തിന്റെ സമ്പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്ന സൂറത്തു അൽ അഅറാഫിലെ 199 ആയത്തിൽ പറയുന്ന രണ്ടാമത്തെ സ്വഭാവ മഹത്വം എന്താണ്? വഅ്മുറു ബിൽ ഉറുഫ്. നല്ലതുകൊണ്ട്, നന്മ കൊണ്ട്, സൽസ്വഭാവം കൊണ്ട്, നല്ലതുകൊണ്ട് കൽപ്പിക്കാം. ഉറുഫ് എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമാണ്. ഇസ്ലാമിക ശരീഅത്തിൽ എന്തൊക്കെ നന്മയുണ്ടോ ആ നന്മയൊക്കെ അതിൽ ഉൾക്കൊള്ളുമെന്നാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അല്ലല്ലാത്തവർക്ക് നേർച്ച കൊടുക്കരുത്, മുഹമ്മദ് നബിയെ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കരുത്, കബറിങ്ങ പോയി കബറാളിയോട് ദ്വാരക്കരുത്, ഏലസും ഉറുക്കും കെട്ടരുത്, വീട്ടിന്റെ ഉള്ളിൽ പിന്നെ എഴുത്തുകൾ എഴുത്തി തൂക്കരുത് എന്നൊക്കെ, നാളും കാര്യങ്ങളും നോക്കി നടക്കരുത്, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് പണിക്കന്മാരത്ത് പോകരുത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സംഗതികളും കൽപ്പിക്കേണ്ട കാര്യങ്ങളിൽ പെടും. വഅ്മുർ ബിൽ ഉർഫ്, നീ നന്മ കൊണ്ട്, സദാചാരം കൊണ്ട്, നന്മ കൊണ്ട് കൽപ്പിക്കുക. സഹോദരങ്ങളെ, ഇതിന്റെ ഒരു വ്യാഖ്യാനം ഏറ്റവും ആധുനികനായിട്ടുള്ള ഇമാം സഅദ് തഫ്സീർ പറഞ്ഞത് അത്രയും സമ്പൂർണ്ണം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചുണ്ടനങ്ങിയാൽ, ഒന്ന് ശരീരം അനങ്ങിയാൽ അതിൽ ആളുകൾക്കൊരു നല്ല സന്ദേശം ഉണ്ടാകണമെന്ന്. നമ്മൾ വീട്ടിൽ വാപ്പിമ്മി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി, ഒന്ന് നോക്കി, ഒന്ന് വർത്താനം വരെ ഒന്ന് ഇരിക്കുകയോ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് അതിൽ നിന്നും ഒരു സദാചാരം നമ്മൾ പഠിപ്പിക്കണം. എന്താണ് അള്ളാഹുവിന്റെ ആയത്തിന്റെ വിശാലത നോക്കുന്നെങ്കിൽ, വഅ്മുർ, നീ കൽപ്പിക്കണം, ബിൽ ഉർഫ്, നന്മ. എപ്പോഴും നല്ലത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അപരനോട്, മറ്റുള്ള ഒരുത്തനോട് ഉപകാരപ്രദമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാത്തവനിൽ ഒരു സൽസ്വഭാവവും നിലനിൽക്കുന്നില്ല. നമ്മളൊരു നല്ല സ്വഭാവിയാണെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഇളക്കവും അനക്കവും എല്ലാം എന്തായിരിക്കും? മറ്റുള്ളവർക്കുള്ള ഒരു ഗുണപാഠമായിരിക്കും. ഏത് കാര്യത്തിലും ആ മര്യാദ നമ്മൾ പാലിക്കും. നന്മക്കുള്ള ഒരു, ഇപ്പൊ സാധാരണഗതിയിൽ വർത്താനം പറയുമ്പോഴൊക്കെ എന്താ അറിയും, അതിലെന്തെങ്കിലും ഒരു നന്മക്കുള്ള ഒരു പ്രേരണയാണ് ഉണ്ടാവുന്നത്. ഒരു തിന്മക്കുള്ള ഒരു പ്രേരണ ഉണ്ടാവാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മളൊക്കെ പലതും സംസാരിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിയും മോശപ്പെട്ട പൊതുസാധാരണ ആളുകൾ പറയുന്നത് ഇവിടെ എല്ലായിടത്തും പ്രസംഗവും, എല്ലായിടത്തും പരിപാടിയും, എല്ലായിടത്തും വയലും. എന്നിട്ടിപ്പോ എന്ത് മാറ്റം അവിടെ ഉണ്ടായത്? നമ്മൾ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പങ്കുവെക്കുന്ന ഒരു ആശയമാണ്. എന്നാൽ തിരിച്ചു പറഞ്ഞു, ഈ പ്രസംഗവും പരിപാടികളും ജുമാകളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാർക്കൊക്കെ മാറ്റം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ നഷ്ടം? സുഹൃത്തുക്കളെ, എത്ര ഒരാളോട് ഇരുന്നൊരു 2 മണിക്കൂർ സംസാരിച്ചാൽ അതിൽ മുഴുവനും നെഗറ്റീവായിട്ട് ഒരു നന്മയും നമ്മളിൽ നിന്ന് അയാളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ സമീപനങ്ങളും എല്ലാം. ഒരു യാത്ര നമ്മൾ പോവുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരു നന്മ ഉദ്ദേശിക്കുക, ഒരു കുടുംബ ബന്ധം ചേർക്കണമെന്നോ, ഒരാൾക്കൊരു ആശ്വാസം പകരമെന്നോ, എന്തെങ്കിലും ഒരു നന്മ. ഒരു വിശ്വാസി ഭക്ഷണം കഴിക്കാനിരുന്നാൽ, അവനൊരു യാത്ര ചെയ്താൽ, ഒരാൾ സംസാരിക്കാനിരുന്നാൽ, എല്ലാറ്റിലും ഒരു സദാചാരത്തെ, ഒരു നന്മയെ മറ്റുള്ളവരിലേക്ക് വിനിമയം ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രധാനം. തആവനൽ ബിർരി വത്തഖ്വ, എവിടെയും ഒരു വിശ്വാസി നല്ലതിനോട് സഹകരിക്കും, ചീത്തയോട് വിട്ടുനിൽക്കും. ഇമാം റാസി റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം അല്ലാഹ് പറഞ്ഞു ഹുദിൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യണം. പിന്നെ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നന്മ കൊണ്ട് കൽപ്പിക്കുക. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ നന്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. ഒരാൾക്ക് ഇസ്ലാമികമായ ഒരു നിയമത്തിൽ നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കുക. നമ്മൾ എത്ര വിശാല മനസ്കനായാലും അതിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് പറയാനാണ് അള്ളാഹു ആ ആശയം ഉടനെ തന്നെ കൊണ്ടുവന്നത്. അതൊരു ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് വലത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ കഴിക്കൂല എന്നാ പറഞ്ഞു. എനിക്ക് പറ്റൂല. അപ്പോൾ വിശ്വാസം നിനക്ക് പറ്റാതിരിക്കട്ടെ എന്നാ പറഞ്ഞു. പിന്നെ കൈ കൊണ്ട് അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ എന്തേ വിട്ടുവീഴ്ചയില്ലാത്തത്? അള്ളാഹുവിന്റെ നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ഒന്നും അധികാരമില്ല. അപ്പോൾ വിട്ടുവീഴ്ച, അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഏത് ഡ്രസ്സ്, കുട്ടികളല്ല ഏത് ഡ്രസ്സ്, അതാ വിട്ടുവീഴ്ച. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാര്യയ്ക്ക് എവിടെയും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതാ വിട്ടുവീഴ്ച. നമ്മളൊക്കെ ദീനിന്റെ ആൾക്കാരായി നടക്കുക, നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പൊ വാപ്പ ഭയങ്കര വിശാല മനസ്കതല്ലാണ്. വാപ്പ എന്തിനും ഞങ്ങൾക്ക് പൈസ തരും, എന്തിനും സമ്മതിക്കും. ഇതാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. നമ്മുടെ ഓരോ വാക്കിലും ഓരോ സമീപനത്തിലും സദാചാരമാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്. തിന്മകളൊന്നും നമ്മളിന്ന് മറ്റുള്ളവർക്ക് വാക്കിലോ പ്രവൃത്തിയിലോ കാണാൻ പറ്റില്ല. നല്ലത് ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ രണ്ടാമത്തത് ഹുദിൽ അഫ്വ, ഒന്നാമത്തത് വഅ്മുർ ബിൽ ഉർഫ്, എപ്പോഴും നന്മയുടെ പ്രസരണം, എല്ലാവരിലേക്കും നല്ലത് പറയും. ഒരാളെ കണ്ട് ഒരു സലാം പറഞ്ഞാൽ പോലും സലാം പറയണമല്ലോ എന്ന സന്ദേശം നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ്. കുറച്ച് കുട്ടികളൊരു ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നബി അവിടത്തെ സലാം പറഞ്ഞു, കുട്ടികളോട് സലാം പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, എത്ര വലിയ ആളാണെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോൾ സലാം പറയണമെന്ന ഒരു സന്ദേശം.
വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലി ഇറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു സന്ദേശമുണ്ട്, പ്രാർത്ഥന ചൊല്ലിയാണ് ഇറങ്ങേണ്ടത്. ബാങ്ക് കൊടുക്കുമ്പോൾ ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങി ഓടുന്ന വാപ്പനെ കാണുമ്പോൾ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് എന്നൊരു സദാചാരം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ മുഴുവനും നന്മ കാണിച്ചു കൊടുക്കാൻ ഒരാൾ ഒരുങ്ങിയാൽ അയാൾ തന്നെയല്ലേ ലോകത്തെ ഏറ്റവും നല്ല ആള്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തതോ വിവരദോഷികളിൽ നിന്ന്, വിവരമില്ലാത്തവരിൽ തിരിഞ്ഞു കളയാണ്. ഒരു വലിയൊരു വാസ്തവമാണ് സുഹൃത്തുക്കളെ. തെറ്റായ സമീപനങ്ങൾ നമ്മളോട് സ്വീകരിക്കുന്നവർക്കൊന്നും അറിയാനിട്ടല്ല. ചെറിയ കുട്ടികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വലിയ രൂപത്തിൽ വിലയിരുത്തും. അവർക്ക് അത്ര ബുദ്ധിയുള്ളൂ. സ്ത്രീകൾക്കും പലപ്പോഴും ബുദ്ധിപരമായ സമീപനങ്ങൾ ചില വീഴ്ചകൾ വരും. വിവരമില്ലാത്തവരിൽ നിന്നും നമ്മൾ വിവരമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവർക്ക് അത്രേ അന്തുള്ളൂ, അത്രേ വിവരമുള്ളൂ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ നമ്മൾ അവഗണിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ അതിന്റെ അർത്ഥത്തിലും അതിന്റെ രൂപത്തിലും നമ്മൾ സ്വീകരിച്ചാൽ എന്നോട് ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു, എന്നോട് അക്രമം കാണിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരക്രമം കാണിച്ചു എന്നല്ല, അവർക്ക് അത്രേ വിവരമുള്ളൂ. വിവരമില്ലാത്ത ആളുകൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് വിവരമില്ലാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവഗണിക്കണമെന്നാണ്. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു സംഭവമുണ്ട്. ഈ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് അദ്ദേഹം ഉമറിന്റെ സദസ്സിൽ പണ്ഡിതന്മാരായ ആളുകളെ പ്രായവ്യത്യാസമൊന്നും കൂടാതെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സദസ്സിൽ ഉൾപ്പെടുത്തും. എല്ലാ കാര്യവും അവരോട് ചർച്ച ചെയ്തിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുക. അപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് അദ്ദേഹത്തോടൊരു ചെറിയ റെക്കമെൻഡേഷൻ നടത്താൻ ഉയൈന റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, എനിക്ക് ഉമറിനോടൊന്ന് സംസാരിക്കണം, എനിക്കൊരു അവസരം ഉണ്ടാക്കിത്തരണം. അപ്പോ അദ്ദേഹം ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇങ്ങനെ ഉയൈന വരും, നിങ്ങളോട് എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അദ്ദേഹം അത് പറയുന്ന സമയത്ത് ഈ റെക്കമെൻഡ് ചെയ്ത ആളും അവിടെ സാക്ഷിയായി. അപ്പൊ വന്നിട്ട് ഉമറിനോട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ, താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഞങ്ങൾക്ക് അധികമൊന്നും തരാറില്ല, വളരെ കുറച്ചേ നെഞ്ചത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഖലീഫയ്ക്കാണ്, പക്ഷെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല നീ തന്ന കാര്യങ്ങളിൽ തന്നെ ഞങ്ങളോട് നീതിപൂർവം നീ തന്നിട്ടുമില്ല എന്നാണ്. ഇത് കേട്ട ഉടനെ ഉമർ ദേഷ്യം പിടിച്ചു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നുള്ളൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയതാണ്. ഏതായത്ത്? ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫ് വഅഇദ് അനിൽ ജാഹിലിൻ. ഈ ആയത്ത് കേട്ട ഉടനെ ഉമറിന്റെ കോപമടങ്ങി, അദ്ദേഹം ശാന്തനായി. ആയത്ത് കേട്ടാൽ ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനാവും. എന്നിട്ട് പറഞ്ഞു, ഖുദിൽ അഫ്വ, എപ്പോഴാ അഫ്വ സ്വീകരിക്കേണ്ട? ഇദ്ദേഹത്തെ പോലുള്ള വിവരമില്ലാത്ത ജാഹിലുകളായ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ ഗൗരവത്തോടെ എടുത്ത് പ്രതികരിക്കാൻ നിന്നാൽ ഈ ആയത്തിന് വിരുദ്ധമാകും. ആയത്ത് ആ സന്ദർഭത്തിലാണ് ഉപയോഗിച്ചത്. സുഹൃത്തുക്കളെ, എവിടെയെല്ലാം നമ്മൾ തെറ്റായി പ്രതികരിക്കുന്നു, ആ പ്രതികരണങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം നമ്മളോട് പറയുന്നവന് നമ്മുടെ അത്ര അന്തല്ല, വിവേകമല്ല. നമ്മൾ വിവേകത്തോടെ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണല്ലോ പെരുമാറേണ്ടത്. അങ്ങനെ പെരുമാറാനുള്ള അന്തം നമ്മുടെ കുട്ടിക്ക് വേണ്ടേ, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടേ, വയസ്സായ മാതാപിതാക്കൾക്ക് വേണ്ടേ, സഹപ്രവർത്തകർക്ക് വേണ്ടേ? അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറ്റും. അതുകൊണ്ട് കണ്ടില്ല എന്ന് വിചാരിക്കാൻ, അത് അവഗണിക്കാൻ നമുക്ക് പറ്റണം. ഈ മൂന്നെണ്ണം ഒരാളുടെ ജീവിതത്തിലുണ്ടോ, അയാൾ സമൂഹത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ വർത്തിക്കാൻ അയാൾക്ക് പറ്റും എന്ന് അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം. പക്ഷേ ഈ മൂന്നും പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിന്റെ അറിയങ്ങൾ 199 200ാമത്തെ ആയത്തിന്റെ സൂറത്തുൽ അഅറാഫിന്റെ അറിയങ്ങൾ എന്നാൽ പിശാച് പിടികൂടിയാൽ ഇങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല, നന്മ കൽപ്പിക്കാൻ പറ്റൂല, മറ്റുള്ളവരെ തിരിഞ്ഞളയാൻ പറ്റില്ല. കാരണം പിശാച് മനുഷ്യനിൽ കോപമുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് പിശാച് നിനക്ക് വല്ല ദുഷ്പ്രേരണകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ, പിശാചിന്റെ പ്രേരണ വന്നാൽ പിന്നെ പടച്ചോന്റെ അടുത്ത് രക്ഷ. ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവോട് നീ ഇസ്തിആദത്ത്, രക്ഷ തേടണം. ഇന്നഹു സമീഉൻ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതുകൊണ്ട് പിശാച് നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ സ്വഭാവങ്ങളും തെറ്റായ പ്രതികരണങ്ങളും കൊലപാതകങ്ങൾ വരെ എത്തുന്ന പ്രതികരണങ്ങൾ നമ്മളിന്ന് ശൈത്താൻ ഉണ്ടാക്കും. പിന്നെ ഖേദമുണ്ടാകും.
മക്കളെയും കുട്ടികളെയും ഒക്കെ എന്ത് ചെയ്യും? ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ചെയ്യും. നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ട് വെച്ച സാധനം നമ്മൾ എറിഞ്ഞുടക്കും, നശിപ്പിക്കും, എല്ലാം ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിന്റെ ദേഹത്ത് കിടക്കുന്ന ചുവന്ന പാട് നോക്കി ദുഃഖിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവോട് നീ എന്ത് ചെയ്യണം? രക്ഷ തേടണമെന്നാണ്. സുഹൃത്തുക്കളെ, എല്ലായിടത്തും എല്ലാ വീടുകളിലും ജീവിക്കാൻ അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, കിടന്നുറങ്ങാൻ നല്ല സൗകര്യമുണ്ട്. പക്ഷെ എന്തും ബഹളമാണ്. എന്തേ ബഹളത്തിന് കാരണം? സ്വഭാവത്തിൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ സ്വീകരിക്കണമെന്ന് പറയുന്ന ഖുർആനിലെ ഈ 3 കാര്യം നമ്മൾ ബോധപൂർവം ഇന്ന് മുതൽ പ്രയോഗവൽക്കരിക്കുക. ഒന്ന്, ഇങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ ഉടനെ തീരുമാനിക്കുക, ഞാൻ അത് വിട്ടുവീഴ്ച ചെയ്യണമല്ലോ, അതുകൊണ്ട് അതിനോട് അതുപോലെ പ്രതികരിക്കാതിരിക്കുക. രണ്ടാമത്തത്, നമ്മളെപ്പോഴും ആളുകൾക്ക് നന്മ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് നന്മ പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ലത് ഉപദേശിച്ചുകൊണ്ടിരിക്കുക, നല്ലതിന് മാതൃകയായി നല്ല വാക്കുകളുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. മൂന്നാമത്തത്, വിവേകമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. വിവേകമില്ലാത്തവന്റെ പ്രവർത്തനം കണ്ടില്ലെന്ന് നടിക്കുക, അത് കേട്ടില്ലെന്ന് നടിക്കുക, അതിനെ അവഗണിക്കുക. ഇതാണ് സ്വഭാവങ്ങളെ നന്നാക്കുവാനും ഖുർആനിൽ നിർദ്ദേശിക്കപ്പെട്ട ഏറ്റവും സമ്പൂർണ്ണമായ ആയത്തെന്ന് പണ്ഡിതന്മാരും പൂർവികന്മാരും പരിചയപ്പെടുത്തിയ ആയത്ത് നമ്മളൊന്ന് എടുത്ത് പഠിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ഖുദിൽ അഫ്വ, മാപ്പ് നീ സ്വീകരിക്കുക. വഅ്മുർ ബിൽ ഉർഫ്, സദാചാരം കൊണ്ട് നീ കൽപ്പിക്കുക. വഅരിദ് അനിൽ ജാഹിലീൻ, അവിവേകികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്ന ഈ വിശുദ്ധ ഖുർആന്റെ കൽപ്പന അതിന്റെ ഗൗരവത്തോടുകൂടെ തന്നെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സ്തുതി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആളുകളിൽ ഒരു തർക്കമുള്ള കുറേ കാര്യങ്ങളുണ്ട് മതപരമായ. പക്ഷെ തർക്കത്തിനേക്കാളും അതിന്റെ അപ്പുറത്ത് ചില ഉപകാരങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇതൊന്നാണ് ഈ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നൊരു കാര്യം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം പള്ളികളിലും ഇപ്പൊ ഇവിടെ എത്ര പുരുഷന്മാർ ഇവിടെ ജുമാ കൂടിയിട്ട് നമ്മുടെയൊക്കെ ഭാര്യമാരും നമ്മുടെയൊക്കെ മരുമക്കളും പെൺമക്കളും ഒക്കെ പലപ്പോഴും വീട്ടിൽ ഇത്തരം ഉത്ബോധനങ്ങളിൽ നിന്നൊക്കെ അന്യമായി ഈ സന്ദർഭത്തിലും ദുനിയാവിന്റെ ഒരു ലോകത്ത് അവർ ജീവിക്കുകയായിരിക്കണം. അപ്പോൾ അത് സത്യത്തിൽ ആ സ്ത്രീകൾക്കും കൂടെ അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചു നോക്കുക. അപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാര് പ്രവാചകന്റെ വഫാത്തിന് ശേഷം പള്ളിയിൽ ജമാഅത്തും ജുമയുമല്ല, ഇഅ്തികാഫ്, പള്ളിയിൽ നിന്ന് മറ്റു കാര്യങ്ങൾക്കൊന്നും പുറത്തു പോകാതെ പള്ളി, അത് ഇതേപോലെ വാർപ്പിന്റെ നല്ല സുരക്ഷിതമായ പള്ളികളല്ല, മറച്ചുകെട്ടിയ പള്ളികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാർ താമസിച്ചുകൊണ്ട് തന്നെ ആരാധന അനുഷ്ഠിച്ചിരുന്നു. ഹദീസിൽ വരുമ്പോൾ അത് സഹാബത്തിന്റെ മാതൃകയിൽ കാണുമ്പോൾ പിന്നെ നമുക്ക് ഇസ്ലാമിൽ അതുണ്ടോ ഇല്ലെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷേ നമ്മൾ അതിൽ ഇസ്ലാമിന്റെ ശരിയായ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇസ്ലാം സമ്പൂർണ്ണമാണ്, ഇഹലോകത്തും പരലോകത്തും നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെ ആരാധനകളും കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ വേണം. അത് ഒരേപോലെയാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണായാലും പെണ്ണായാലും വേണ്ടില്ല നല്ലത് ചെയ്യുകയാണെങ്കിൽ വഹു മുഅ്മിനുൻ, വിശ്വാസമുണ്ട്, തൗഹീദുണ്ടോ, പല നുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ, നല്ല ജീവിതം അവർക്ക് കിട്ടും. വലൻജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലവും അല്ലാഹു കൊടുക്കും. അതിൽ ആണും പെണ്ണും വ്യത്യാസമില്ല, എല്ലാ നന്മകളും. പെണ്ണ് ജുമാക്കും ജമാഅത്തിനും വന്നാൽ അവൾക്ക് പുരുഷനെ പോലെയുള്ള പ്രതിഫലങ്ങൾ കിട്ടും. പക്ഷേ ആണിനെ പോലെ ഒരു പെണ്ണിന് നിർബന്ധമല്ല ജുമുഅയും ജമാഅത്തും. അങ്ങനെ അത് മാത്രമാണ് അതിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അന്നഹു സമഹ ലഹാ ബിൽ ഹുദൂർ ഇലൽ മസാജിദ് ലിൽ മുശാറക ഫിൽ ഖൈർ മിൻ സ്വലാത്തിൽ ജമാഅ വ ഹുദൂരി മജാലിസ് ദിക്ർ, പിന്നെ പള്ളിയിലും അവിടെ നടക്കുന്ന ക്ലാസുകളിലും ദിക്റുകളിലും എല്ലാം പങ്കെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട്. എങ്ങനെ ആയിരിക്കണം? മഅൽ ഇൽതിസാമി വൽ ഇഹ്തിയാത്തി ലത്തി തുബഇദുഹാ അനിൽ ഫിത്ന, ഒരു പെണ്ണെന്ന നിലക്ക് അവളുടെ സുരക്ഷിതത്വത്തിന് ഭംഗം വരാത്ത രൂപത്തിലാണ് അവൾ പങ്കെടുക്കേണ്ടത് എന്നാണ്. ഇത് പറയാൻ രണ്ടു കാരണമുണ്ട്. നമ്മുടെ ജുമയ്ക്ക് വരുന്ന പല പുരുഷന്മാരും പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നിടത്ത് ഇനിയും താമസം വരുത്തുന്നവരാണ്. നമ്മൾ അവർക്ക് ഈ ഖുതുബയും ഒക്കെ കിട്ടാൻ വേണ്ടി അവരെ കൊണ്ടുവരണം. രണ്ടാമത്തെ ലക്ഷ്യം, വരുന്ന സഹോദരിമാർ തുടക്കക്കാരായിരിക്കും, ആദ്യമായിട്ട് പള്ളിയിൽ വരുന്നവരായിരിക്കും. അവർ പള്ളിയിൽ പുരുഷന്മാരുടെ അടുത്ത് വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കാതെ കാണുന്നു, അതും പ്രശ്നമാണ്. അതുകൊണ്ട് ഫൈദസ്തഅ്ദനത്ത് ഇലൽ മസ്ജിദ്, പള്ളിയിലേക്കൊരു പെണ്ണ് പോട്ടെ എന്ന് ചോദിച്ചാൽ അവളെ തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ല, പള്ളികളിലേക്ക് അല്ലാഹുവിന്റെ ദാസിമാരെ തടയരുത്. വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് അവിടെ വീടാണ് ഉത്തമം.
എന്താണ് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ ഖൈറുൻ ലഹുന്ന മിനസ് സ്വലാത്തിൽ മസാജിദ് വദാലിക ലിഅംനിൽ ഫിത്ന ബിമുലാസമതിഹിന്നൽ ബുയൂത്ത്. ഏത് ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വീഴ്ച വരുന്നുവെങ്കിൽ, അവൾക്ക് അപകടം പറ്റുമെങ്കിൽ പള്ളിയിൽ പോകാനുള്ള അവളുടെ ആഗ്രഹം അവൾക്ക് മനസ്സിലുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് പോയാൽ ഒരു പെണ്ണെന്ന നിലക്ക് അവളുടെ ജീവിതത്തിന് സുരക്ഷിതത്വമില്ലെങ്കിൽ അവൾക്ക് ആ പ്രതിഫലം, അതിനേക്കാൾ പ്രതിഫലം അവൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കും. ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം അത് അവൾക്ക് പള്ളിയിൽ പോകുന്നത് അവൾക്ക് ഫിത്നയാകുന്ന ഒരു സന്ദർഭത്തിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പള്ളിയിലേക്ക് അവർ പോയിക്കോട്ടെ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, പോകുന്ന സഹോദരിമാർ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽയഖ്റുജ്ന തഫിലാൻ, അതായത് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരുടെ അടുത്തിലൂടെ നടന്നു പോകുമ്പോൾ സുഗന്ധം അവർക്ക് ലഭിക്കുന്ന രൂപത്തിൽ സുഗന്ധം അവർ ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ അപൂർവം സഹോദരിമാരെ ഈ നിബന്ധന പാലിക്കുന്ന ആളുകളുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു നിർദ്ദേശം പണ്ഡിതന്മാർ ഇസ്ലാമികമായി പറഞ്ഞത് വകദാലിക ഇദാ ഖറജത്തിൽ മർഅ ഇലൽ മസ്ജിദ് ഫൽതബ്തഇദ് അൻ മുസാഹമത്തി റിജാൽ, പുരുഷന്മാരുമായി തിരക്ക് കൂടാതെ ഒന്ന് പുരുഷന്മാർ പോകുന്നത് വരെ കാത്തു നിൽക്കുക, അതല്ലെങ്കിൽ പുരുഷന്മാർ പോകുന്നതല്ലാത്ത വഴികളിലൂടെ പോവുക. ആണുങ്ങളിൽ നിന്ന് പരമാവധി കൂടിച്ചേരാതെ മാറി നിൽക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്നാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ത്രീക്ക് വേണ്ടതാണ് ലുസൂമുൽ ഹയാ, ഒരു ലജ്ജ. അതേപോലെ തന്നെ വത്തസത്തുർ, ഒരു മറ അവൾ സ്വീകരിക്കണം. വത്തറക്ക് സീന വത്തി, അലങ്കാരം, അതായത് മറ്റുള്ളവരിൽ ആകർഷണീയമായ വേഷങ്ങളോ അലങ്കാരങ്ങളിൽ നിന്നോ അവൾ വിട്ടുനിന്നുകൊണ്ടായിരിക്കണം പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ മര്യാദകളൊക്കെ പാലിച്ച് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങളും ഹൈറുകളും ലഭിക്കാൻ വേണ്ടി സ്ത്രീകൾ പോകുന്നതിന് പണ്ഡിതന്മാരാരും വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വരാൻ അനുവാദമുണ്ട്. വരുന്നവർ ഈ മര്യാദകളെ പാലിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് സഹോദരങ്ങളെ നമ്മളെപ്പോലെ അവസരം അവർക്ക് നൽകുക. അവരും നമ്മളെ കൂടെ സ്വർഗത്തിലുണ്ടാവേണ്ടവരാണ്. അവരും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അവർക്ക് ദീനുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദീൻ എല്ലാവരും ഉൾക്കൊള്ളുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അല്ലാഹു നീ വിശാലമാക്കി കൊടുക്കുക. നമ്മുടെ ഒരു സഹോദരന്റെ പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി പാവങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്താനങ്ങൾ നിങ്ങൾക്ക് കൺകുടുംബം പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹു ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ സമാധാന ജീവിതത്തെ പ്രദാനം ചെയ്യണമേ നാഥ. രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ നാഥ. ഞങ്ങളുടെ വ്യവഹാരങ്ങളിലെല്ലാം, ഞങ്ങളുടെ കച്ചവടങ്ങളിലും ജോലികളിലുമെല്ലാം ഞങ്ങൾക്ക് നീ ബർക്കത്തിനെ, അനുഗ്രഹത്തെ നീ പ്രദാനം ചെയ്യണമേ രക്ഷിതാവേ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വമുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ